വാർത്തകൾ നിരന്തരം വരുന്നു, മുന്നറിയിപ്പുകൾ ആവർത്തിക്കുന്നു. പക്ഷേ മലയാളി സൈബർ തട്ടിപ്പിൽ ഇപ്പോഴും പാഠം പഠിക്കുന്നില്ല. വിദ്യാസമ്പന്നരും ഉന്നത ഉദ്യോഗസ്ഥരും പോലും നിമിഷ നേരം കൊണ്ട് തട്ടിപ്പുകാരുടെ ഇരകളാവുകയാണ്. കഴിഞ്ഞ 6 വർഷത്തിനിടെ കേരളത്തിൽ മാത്രം റിപ്പോർട്ട് ചെയ്തത് 10,000-ലധികം സൈബർ കേസുകളാണ്. 2020 വെറും 426 സൈബർ തട്ടിപ്പ് കേസുകൾ മാത്രമായിരുന്നിടത്ത് 2024 അത് 3581 കുതിച്ചുയർന്നു. അതായത് 4 ഇരട്ടിയിലധികം വർധനവ്. 2025 നവംബർ വരെയുള്ള കണക്കുകൾ പ്രകാരം 2320 കേസുകൾ പോലീസ് വെബ്സൈറ്റിൽ ഇതിനോടകം രജിസ്റ്റർ ചെയ്തു കഴിഞ്ഞു. ഇത് റിപ്പോർട്ട് ചെയ്യപ്പെട്ട കേസുകൾ മാത്രം. പേടിച്ചിട്ടും നാണക്കേട് ഭയന്നും പുറത്തു പറയാത്ത കേസുകൾ വേറെയുമുണ്ട്. വെർച്വൽ അറസ്റ്റ്, ഓൺലൈൻ തൊഴിൽ വാഗ്ദാനം, ഷെയർ ട്രേഡിംഗ് എന്നിവയിലൂടെയാണ് മലയാളികൾക്ക് കൂടുതൽ പണം നഷ്ടപ്പെടുന്നത്. രാജ്യത്ത് വെർച്വൽ അറസ്റ്റ് എന്നൊരു രീതിയില്ലെന്ന് അറിയാത്തവരെയാണ് തട്ടിപ്പുകാർ ഇരകളാക്കുന്നത്. തൊഴിൽ വാഗ്ദാനം ചെയ്തും ലക്ഷങ്ങളുടെ തട്ടിപ്പാണ് നടക്കുന്നത്. വീട്ടിലിരുന്ന് ഓൺലൈനായി ഷെയർ ട്രേഡിംഗ് നടത്തി വൻ ലാഭമുണ്ടാക്കാമെന്ന് വിശ്വസിപ്പിച്ച് വീട്ടമ്മമാർ ഉൾപ്പെടെയുള്ളവരെ തട്ടിപ്പിൽ വീഴ്ത്തുന്നു. വാഹനങ്ങളുടെ ചലാൻ അടയ്ക്കാൻ എന്ന പേരിലും വ്യാപകമായ തട്ടിപ്പരങ്ങേറുന്നുണ്ട്. മൊബൈലിൽ വരുന്ന സന്ദേശത്തിലെ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുന്നതോടെയാണ് പണം നഷ്ടപ്പെടുന്നത്. ട്രാഫിക് നിയമലംഘനം നടത്തിയെന്നും പിഴ അടച്ചില്ലെങ്കിൽ നിയമ നടപടി നേരിടേണ്ടി വരുമെന്നും കാണിച്ചാണ് സന്ദേശം വരിക. ഔദ്യോഗിക സന്ദേശമെന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലാണ് ഇവ വരുന്നത് എന്നതിനാൽ വാഹന ഉടമ എളുപ്പത്തിൽ വിശ്വസിക്കുകയും തട്ടിപ്പിൽ അകപ്പെടുകയും ചെയ്യും. പെട്ടെന്ന് ധാരാളം പണം ലഭിക്കുമെന്ന വാഗ്ദാനമാണ് പലരെയും സൈബർ തട്ടിപ്പിൽ കുടുക്കുന്നത്. തങ്ങൾ കബളിപ്പിക്കപ്പെട്ടു എന്ന് തിരിച്ചറിയുമ്പോഴേക്കും വൻ തുക നഷ്ടപ്പെട്ടിട്ടുണ്ടാകും. ജാഗ്രത മാത്രമാണ് ഏക വഴി. ഓൺലൈൻ സാമ്പത്തിക തട്ടിപ്പിനിരയായാൽ ഒട്ടും വൈകാതെ തന്നെ പോലീസിനെ അറിയിക്കുക. ആദ്യത്തെ 1 മണിക്കൂർ അഥവാ ഗോൾഡൻ അവർ നിർണായകമാണ്. 1930 എന്ന നമ്പറിൽ സൈബർ പോലീസിനെ തട്ടിപ്പ് വിവരം അറിയിക്കാൻ ഒട്ടും മടിച്ചു നിൽക്കേണ്ടതില്ല.